നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപം നിങ്ങളുടേതാണ്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ എങ്ങനെ നോക്കുവാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ പരിപാലിച്ച് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ളത്. ഓരോ ദിവസവും കഴിയും തോറും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫിഡൻസിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിന് ആസ്പദമായിട്ട് സ്വന്തമായിട്ട് ജോലിയോ വരുമാനമോ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളോ ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം. അത്തരം നേട്ടങ്ങൾ ഈ വ്യക്തിയുടെ കൈകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പോലും ട്രസ്റ്റ് എന്നാണ്, വിശ്വസിക്കുവാനാണ് പറയുന്നത്. വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രണയബന്ധത്തിൽ നിന്നും വളരെയധികം പതിന്മടങ്ങായിട്ടുള്ള ആശ്വാസവും സന്തോഷവും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചശക്തി ഇതിനെ പറയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒക്കെ തന്നെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്, ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ വിജയം കണ്ടെത്തുവാനും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയോടുകൂടി മുന്നോട്ട് പോകാനും ഒക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ അത്തരം ഒരു എനർജി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനോട് കൂടി തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണുവാനോ മനസ്സിൽ പ്രതിഷ്ഠിപ്പിക്കുവാനോ അവരുമായി ചങ്ങാത്തം കൂടുവാനോ പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടാനോ ഈ വ്യക്തിയെ കൊണ്ട് ഈ ഒരു ജന്മം സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും നല്ല നല്ല സുന്ദരമായ ഓർമ്മകളും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കൂടിയാണ്. ഇത് വളരെയധികം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളുമായി ഒരുമിച്ച് നേരിട്ട് കണ്ടുകൊണ്ട് 2-3 വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിച്ച് നിങ്ങളുമായി ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷകരമായി പിരിഞ്ഞു പോകാനൊക്കെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായും ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുവാനും, എന്നാൽ നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിടയിൽ അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അകൽച്ച തീർത്തും മാറ്റിയെടുക്കുവാനും, ഇനി അതല്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തവരാണ് പക്ഷേ ജീവിതകാലം മുഴുവനും പ്രണയിക്കാനാണ് താല്പര്യമെങ്കിൽ അത്തരം ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായി പ്രശ്നമുണ്ടാക്കിയ കാര്യം എന്താണോ ആ ഒരു കാര്യം മറന്നു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളായിരിക്കാം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ നേർക്ക് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകാം. എന്ത് തന്നെയാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വേർപിരിയാനുണ്ടായ കാരണം എന്ത് തന്നെയാണോ ആ ഒരു കാരണം മറന്നു കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിക്ക് ഇഷ്ടമില്ല.
അത് വീണ്ടും ആവർത്തിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒരുപാട് എനർജിയും ഊർജവും സമയവും കളയുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ഊർജത്തിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിജയത്തിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ എത്തി നോക്കി നിൽക്കുന്നത്. വിജയം ഏത് രീതിയിലൂടെ ഉണ്ടാക്കിയെടുക്കാം, ഏത് രീതിയിലൂടെ പ്രാവർത്തികമാക്കാം, കരസ്ഥമാക്കാം എന്നുള്ള ഒരൊറ്റ ചിന്തയിലൂടെ മാത്രമാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി വളരെയധികം ഉത്തരവാദിത്തങ്ങളായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം, ചിലപ്പോൾ ഓൾറെഡി ഈ വ്യക്തിക്ക് ഒരു ജോലി ഉണ്ടാകാം, കൂടുതൽ ജോലികൾ ചെയ്യാനുള്ള മനസ്സ് വെക്കുന്നതാകാം, കൂടുതൽ മൾട്ടിപ്പിൾ ജോലിയിലേക്ക് പോകുന്നതുമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഒരുപാട് മികവുറ്റ കഴിവുകൾ തെളിയിക്കുന്നതും ആകാം. അത്തരത്തിലുള്ള അവസരങ്ങളും ഈ വ്യക്തിക്ക് വന്നു ചേർന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ തൻ്റെ കഴിവുകൾ തെളിയിക്കണം എന്നുള്ള അത്രയും വാശി ഈ വ്യക്തിക്കുണ്ട്. അതിനെക്കുറിച്ചും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നതും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നന്നായി പ്രവർത്തിക്കുന്നതും ആണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലും ഈ പ്രണയബന്ധത്തിലും ഈ വ്യക്തി 100% ഈ വ്യക്തിയുടെ സാന്നിധ്യം വെച്ച് പുലർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സ്വന്തമാക്കുന്നതോടു കൂടിയാണ് ഈ വ്യക്തിയുടെ ഈ ജന്മത്തിലെ പല ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നത്. നിങ്ങളെയും അതുപോലെ ഈ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട ജോലിയെയും സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് ലോകം കീഴടക്കിയ ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക. ഇവിടെ പലവർക്കും വളരെ സ്വസ്ഥമായും സുഖമായും ജീവിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്. അത് ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു പലവരും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ മിനയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷെങ്കിൽ പോലും അത് ചില കർമ്മ സംബന്ധമായി വന്നിരിക്കുന്നതാണെന്നും അത് കുറച്ചു കഴിയുമ്പോൾ ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോയിക്കോളും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായി ക്ഷേത്രത്തിലോ പള്ളികളിലോ സന്ദർശിക്കുക, ദർശനം നടത്തുക, താൻ ചെയ്ത എല്ലാ തെറ്റുകളും ഭഗവാനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കുക, മനസ്സ് ശുദ്ധീകരിക്കുക, ആത്മീയപരമായി ഒന്ന് ഉയരുക, ശാന്തതയിലേക്ക് പോവുക. ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് താല്പര്യമില്ല അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമയം കളയുവാൻ. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം ഒരിക്കലും കുറഞ്ഞു പോവുകയുമില്ല. അത് നമുക്ക് ഉറപ്പിച്ചു പറയുവാനാകും. കാരണം ഈ വ്യക്തി ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിച്ചു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നീ തന്നെയാണ് എൻ്റെ ജീവിത സഖി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒത്ത പുരുഷൻ, അല്ലെങ്കിൽ നല്ലൊരു ഉത്തമയായ സ്ത്രീ. ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി വിചാരിച്ചിട്ടുള്ളത്. ആ വിചാരം ഒരിക്കലും ഈ വ്യക്തിക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. മറ്റാരൊക്കെ വിചാരിച്ചാലും നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും ഈ വ്യക്തിക്ക് കളയുവാനും കഴിയുകയില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള തെറ്റുകളും വന്നിട്ടില്ല എന്ന് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. പക്ഷെങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല സംഭവ വികാസങ്ങൾ അരങ്ങേറി. ആ സംഭവത്തിൽ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് പിന്നീട് ഈ വ്യക്തി തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മനസ്സുകൊണ്ട് വെറുക്കുവാനോ മാറ്റി നിർത്തുവാനോ താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ പ്രണയ സന്ദേശം നമുക്ക് നോക്കാം. എന്തിന് നമ്മൾ പിരിയേണ്ടി വന്നു? അതെ, അതാണ് ഈ വ്യക്തി ചോദിക്കുന്നത്. എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. എത്രയൊക്കെ ബന്ധനത്തിലേക്ക് ഈ വ്യക്തി പോയാലും ആ ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഈ വ്യക്തിക്ക് നിമിഷങ്ങൾ മാത്രം മതി. അതിനുവേണ്ടി ഈ വ്യക്തിയെ സഹായിക്കാൻ ഒരുങ്ങിയെത്തിയിട്ടുള്ള ഒരു പറ്റം വ്യക്തികളെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. അതൊരു പക്ഷേ സുഹൃത്തുക്കളോ സ്പിരിച്വൽ റീഡേഴ്സോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വന്തം മാതാപിതാക്കളോ തന്നെ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ശത്രുവിന്റെ എല്ലാ തരത്തിലുള്ള പദ്ധതികളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിജയം എത്രയും പെട്ടെന്ന് നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും പ്രണയബന്ധത്തെ ആകർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമന്റ്, സപ്പോർട്ട്, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.